ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സഞ്ജന ബേബി. സാംസർ വെൽനസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഹാർട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുവാൻ ഉതകുന്ന ഒരു ഡയറ്റാണ്, ഡാഷ് ഡയറ്റ്. നമ്മളെപ്പോഴും മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ചാണ് മിക്ക വീഡിയോസിലും സംസാരിക്കാറുള്ളത്. മെഡിറ്ററേനിയൻ ഡയറ്റ് ഹാർട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുവാൻ നല്ല ഡയറ്റ് തന്നെയാണ്. പക്ഷേ ഡാഷ് ഡയറ്റ് ഹൈ BP ഉള്ളവർക്ക് കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റാണ്. ഏകദേശം മെഡിറ്ററേനിയൻ ഡയറ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും പറയാനുള്ളത്. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. പ്രഷർ കുറയ്ക്കുക, LDL കൊളസ്ട്രോൾ കുറയ്ക്കുക, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡാഷ് ഡയറ്റ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഡാഷ് ഡയറ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ സോൾട്ടിൻ്റെ ഉപയോഗം ആവശ്യത്തിനാക്കുക, വളരെ കുറയ്ക്കുക. നല്ലോണം ഹൈ BP ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ കുറയ്ക്കേണ്ടി വരും. സാധാരണഗതിയിൽ സോൾട്ടിൻ്റെ ഉപയോഗം 2300 ലെവലിലേക്ക് കുറയ്ക്കുക. 300 മുതൽ 500 വരെ, 2300 to 2500 മില്ലിഗ്രാം വരെ കുറയ്ക്കുക. ഹൈ BP ഉള്ളവർക്ക് അതൊരു 1500 ലെവലിലേക്ക് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഇതാണ് ഡാഷ് ഡയറ്റ് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, സാച്ചുറേറ്റഡ് ഫാറ്റും കുറയ്ക്കണം. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത ഫാറ്റ്, നമ്മളിപ്പോൾ വനസ്പതിയിലൊക്കെ കാണുന്ന ഫാറ്റില്ലേ, അത് ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ഫാറ്റാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്, ഒമേഗ ഫാറ്റി ആസിഡ്സ് ഒക്കെയാണ് നമ്മുടെ ശരീരത്തിന് നല്ലതായ ഫാറ്റ്. അപ്പോൾ ചീത്ത ഫാറ്റ് കുറയ്ക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ഡാഷ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡാഷ് ഡയറ്റ് നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ഒരു ജീവിത രീതിയിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറയാം. ആദ്യം കഴിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഹോൾ ഗ്രെയിൻസ് കഴിക്കാം, അതായത് തവിട് കളയാത്ത അരി, അതുപോലെ തന്നെ നമുക്ക് മില്ലറ്റ്സ്, അതുപോലെ തന്നെ സെറിയൽസ്, ഇതെല്ലാം കഴിക്കാം. പിന്നെ നമ്മൾ പ്രോട്ടീൻ ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പയറുവർഗ്ഗങ്ങൾ, അതുപോലെ ബീൻസ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്. അതുപോലെ ഫിഷ്, പൗൾട്രി, അതായത് ചിക്കൻ, റെഡ് മീറ്റ് കുറയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ പ്രോട്ടീൻ്റെ സോഴ്സ്. പ്രോട്ടീനും നല്ല കാർബോഹൈഡ്രേറ്റും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. നല്ല കാർബോഹൈഡ്രേറ്റ് ആണ് ഹോൾ ഗ്രെയിൻസ്. പിന്നെ മില്ലറ്റ് നല്ലൊരു ഭക്ഷണ വസ്തുവാണ്. എന്ന് വെച്ചാൽ നമുക്ക് മില്ലറ്റ് കഴിക്കാം, അതുപോലെ തന്നെ കീൻവ കഴിക്കാം. കീൻവ എപ്പോഴും കഴിക്കുവാൻ ബുദ്ധിമുട്ടുള്ളൊരു വസ്തുവാണ്, ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ കീൻവ കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഒരു കുറഞ്ഞൊരു എമൗണ്ടിൽ കഴിക്കുക. ആവശ്യത്തിന് കഴിച്ചാൽ മതി, ഒരുപാട് കീൻവ കഴിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം നമ്മുടെ വെയ്റ്റിൽ ഉണ്ടാവാം. വെയ്റ്റ് ലോസിന് സഹായിക്കുന്നൊരു വസ്തു കൂടിയാണ് ഈ കീൻവ. അപ്പോൾ പൊതുവേ ഫൈബർ റിച്ച് ആണ്. അപ്പോൾ ഫൈബർ അടങ്ങിയ ഭക്ഷണവും നമ്മുടെ ഡാഷ് ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മില്ലറ്റിൻ്റെയും കീൻവയുടെയൊക്കെ കാര്യം പറയാൻ കാരണം. അപ്പോൾ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കും. പിന്നെ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സും കഴിക്കാം. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ്, അതായത് പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാത്ത ഫ്രൂട്ട്സ് സെലക്ട് ചെയ്ത് കഴിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ ചില ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ടാണെങ്കിൽ, പെട്ടെന്ന് ഷുഗർ റേസ് ചെയ്യുന്ന തരത്തിലുള്ള ഫ്രൂട്ടാണെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ട് കഴിക്കാം. അങ്ങനെയാണ് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾക്ക് ഭക്ഷണത്തിൽ നട്ട്സ് ആൻഡ് സീഡ്സ് ആവശ്യത്തിന് ഉൾപ്പെടുത്തുക. നട്ട്സ് ആൻഡ് സീഡ്സ് എന്ന് പറയുമ്പോൾ കാഷ്യൂ, ബദാം, അതുപോലെ തന്നെ പിസ്ത, വാൾനട്ട്സ്, ഇതെല്ലാം വരും. പിന്നെ ബ്രസീൽ നട്ട്സ്, അങ്ങനെ ഒരുപാട് നട്ട്സ് ഉണ്ട്. നട്ട്സ് ആൻഡ് സീഡ്സ് ഉണ്ട്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇങ്ങനെ സീഡ്സ്. അതുപോലെ തന്നെ മത്തൻ കുരു, അതായത് പംകിൻ സീഡ്സ്, ഇങ്ങനെ ഒരുപാട് സീഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലുമൊക്കെ സീഡ്സ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒമേഗ ഫാറ്റി ആസിഡ്സിൻ്റെ കുറവുണ്ടാവില്ല. അത് നല്ല ഫാറ്റാണ്, അത് ബ്രെയിനിൻ്റെ ഹെൽത്തിന് വളരെയധികം ആവശ്യമുള്ളതാണ്. ഇതെല്ലാം ഡാഷ് ഡയറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡാഷ് ഡയറ്റിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കുറയ്ക്കേണ്ടത് സോൾട്ടിൻ്റെ അളവാണ്. സോൾട്ട് അമിതമായി നമ്മുടെ ഭക്ഷണത്തിൽ വരാതെ നോക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന പല വസ്തുക്കളിലും സോൾട്ട് ഉണ്ട്. നമ്മൾ ബേക്കറി ഐറ്റംസ് കഴിക്കുമ്പം അതിൽ പലതും സ്വീറ്റ് ആണെങ്കിൽ പോലും അതിൽ സോൾട്ട് ഇടുന്നുണ്ടാവും. ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഭക്ഷണത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ലിമിറ്റ് ചെയ്യുക, മാക്സിമം കുറയ്ക്കുക. പഞ്ചസാര പൂർണ്ണമായിട്ടും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾക്കിതിൽ സാച്ചുറേറ്റഡ് ഫാറ്റാണ് പ്രധാനമായിട്ടും കുറയ്ക്കേണ്ടത്. ഹാർട്ട് ഹെൽത്തിന് വളരെയധികം അത് അത്യാവശ്യമാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മളിപ്പോൾ ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിക്കുന്ന സമയത്ത് എന്ത് എണ്ണയിലാണ്, എന്ത് നെയ്യിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. വനസ്പതിയിലാണോ ഉണ്ടാക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നല്ല നെയ്യാണെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ യൂസ് ചെയ്യുന്നതോട് തെറ്റില്ല. അതായത് പശു നെയ്യ്, അങ്ങനത്തെ നെയ്യാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ
അത് അമിതമായ അളവിൽ ഉപയോഗിച്ചാൽ അതും പ്രശ്നമാണ്. അതുപോലെ ഒലിവ് ഓയിൽ മിതമായിട്ട് യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ പ്രധാനമായിട്ടും മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഭാഗമാണ്. എങ്കിലും ഓൾ വെജിറ്റബിൾ ഓയിൽസ് ഡാഷ് ഡയറ്റിലും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി കഴിക്കേണ്ടത്. കാർബോഹൈഡ്രേറ്റ് നല്ല കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം. ഹോൾ ഗ്രെയിൻസ്, അതുപോലെ ഫാറ്റ്, ലെഗൂംസ്, ഫിഷ്, അതുപോലെ ചിക്കൻ, ഇതെല്ലാം ഭക്ഷണത്തിൽ മിതമായ തോതിൽ ഉൾപ്പെടുത്തുക. ആവശ്യത്തിന് ഉതകുന്ന തോതിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ പയർവർഗ്ഗങ്ങൾ, ബീൻസ്, പലതരത്തിലുള്ള പയറുകളുണ്ടല്ലോ, അതെല്ലാം യൂസ് ചെയ്യാം. രാജ്മ ബീൻസ്, അങ്ങനെ പല പല ടൈപ്പ് ബീൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്യാം. പിന്നീട് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നട്ട്സ് ആൻഡ് സീഡ്സിലാണ്. ഇത് നമ്മളുടെ ബ്രെയിൻ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനും ഒരുപോലെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് നട്ട്സ് ആൻഡ് സീഡ്സ്. മിതമായ അളവ് ഒരു ഹാൻഡ്ഫുൾ ഡെയിലി കഴിക്കുക. നമ്മളൊരു പിടിയെടുത്തിട്ട് പല നട്ട്സ് മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഡാഷ് ഡയറ്റ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഹൈ ബ്ലഡ് പ്രഷർ വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഹൈ BP ആണ് പലപ്പോഴും നമുക്ക് ഹാർട്ട് അറ്റാക്കിലേക്ക് മാത്രമല്ല നമ്മൾക്ക് സ്ട്രോക്കിലേക്കും, ഹെമറേജിക് സ്ട്രോക്കിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ BP കുറയ്ക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഹൈ സ്ട്രെസ്സ് കുറയ്ക്കുക, അതും കൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, പക്ഷെ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, അതിനെ കുറച്ച് ഒരു ബാലൻസ്ഡ് ഡയറ്റ് മാത്രമല്ല ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ഹൈ ബ്ലഡ് പ്രഷർ വരാതെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡാഷ് ഡയറ്റിനെ കുറിച്ചും BP ബാലൻസ് ചെയ്യുന്നതിനെ കുറിച്ചും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് നമുക്ക് എക്സസൈസസും ഉതകും. ഇന്ന് ഡാഷ് ഡയറ്റിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സസൈസിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല. ജനറലി മെഡിറ്റേഷൻ, യോഗ, ബ്രീതിങ് എക്സസൈസ് തന്നെയാണ് നമുക്ക് BP കുറയ്ക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു വരേണ്ടത്. അതും ഇതിൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടാവും. Okay, keep on watching Science or Wellness.